ഷൊർണൂർ പരുത്തിപ്രയിൽ കള്ളവോട്ട് നടന്നുവെന്ന പരാതി വന്നിരിക്കുന്നു. പരുത്തിപ്ര BMS LP സ്കൂളിലെ 169 നമ്പർ ബൂത്തിലാണ് കള്ളവോട്ട് നടന്നത്. 392 ക്രമനമ്പറുള്ള B നിഖിലിന്റെ വോട്ടാണ് മറ്റാരോ രേഖപ്പെടുത്തിയത്. നിഖിലിന്റെ കന്നി വോട്ടാണ് മറ്റാരോ ചെയ്തിരിക്കുന്നത്. ആദിൽ പാലോട്. അതിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്താൻ വന്ന നിഖിലിന് തന്റെ വോട്ട് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാവുകയായിരുന്നു. അപ്പോൾ ഒരു കള്ളവോട്ട് നടന്നിരിക്കുന്നു. ആ പരാതി കൊടുത്ത ശേഷം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതിൽ അതിനുള്ള അടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ അറിയിച്ചിരിക്കുന്നത്. പറഞ്ഞത് കൃത്യമാണ്. ആദ്യത്തെ വോട്ടായിരുന്നു, കന്നി വോട്ട് ചെയ്യാനാണ് നിഖിൽ എത്തിയത്. ഷൊർണൂർ പരുത്തിപ്രയിലാണ് കള്ളവോട്ട് പരാതി ഉയർന്നിരിക്കുന്നത്. പരുത്തിപ്ര BMS LP സ്കൂളിലെ 169 നമ്പർ ബൂത്തിലാണ് കള്ളവോട്ട് നടന്നത്. 392 ക്രമനമ്പറിലായിരുന്നു B നിഖിലിന്റെ വോട്ടുണ്ടായിരുന്നത്. ഈ വോട്ട് മറ്റാരോ രേഖപ്പെടുത്തി എന്ന് മനസ്സിലാക്കിയായിരുന്നു. നിഖിൽ വന്ന് വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ അതിലൊരു ടിക്ക് മാർക്ക് കാണുന്നു. അത് നിഖിലിന് പകരം മറ്റാരോ ആ വോട്ട് രേഖപ്പെടുത്തി എന്ന് മനസ്സിലാക്കുകയായിരുന്നു. അത് പോളിംഗ് ഓഫീസർ ഇത് സംബന്ധിച്ചുള്ള വിവരം നിഖിലിന് കൈമാറുകയും ചെയ്തു. ഇനിയിപ്പോൾ ഈ സമാനമായ പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്ന നടപടി ടെൻഡർ വോട്ടിലൂടെ കൃത്യമായ രേഖകളൊക്കെ ഹാജരാക്കിയാൽ ടെൻഡർ വോട്ടിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം. വോട്ടിടാനാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും ആരാണ് ഈ പകരം വോട്ട് ചെയ്തത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണവും ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, മുഴുവൻ CCTV ക്യാമറകൾ, വെബ് ക്യാമുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എങ്ങനെ കള്ളവോട്ട് നടന്നു എന്നുള്ള അന്വേഷണവും സമാന്തരമായി നടക്കുകയാണ്. പലയിടത്തും കള്ളവോട്ട്, പലയിടത്തും പ്രവർത്തകർ തമ്മിലുള്ള ചെറിയ സംഘർഷങ്ങൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ചിലയിടത്തെങ്കിലും തെരഞ്ഞെടുപ്പ് നീളുന്നു, ക്യൂ നീളുന്നു, പതുക്കെയാണ് ക്യൂ നീങ്ങുന്നത് എന്നുള്ള പരാതിയൊക്കെ വരുന്നുണ്ട്. പരാതികൾ സ്വാഭാവികമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. പക്ഷേ എല്ലായിടത്തും നീണ്ട ക്യൂ കാണുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്.